ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, പ്രതീക്ഷിച്ചിരുന്നു ഈ അനിവാര്യമായിട്ടുള്ള നടപടി? അതിപ്പോൾ ഈ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുന്ന ഒരു സമയത്താണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. അത് ഇപ്പോൾ അല്പസമയം താങ്കളും കേട്ട് കാണും, വി ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് വരുന്നത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നാണ്. അപ്പോൾ പാർട്ടിയൊക്കെ ഇനി അദ്ദേഹത്തെ കൈയൊഴിയാനാണ് സാധ്യത. എത്രത്തോളം പ്രഹരശേഷി ഉള്ളതാണ് ഇന്നത്തെ അറസ്റ്റ് സർക്കാരിനെയും CPM-നെയും സംബന്ധിച്ച്? അത് തീർച്ചയായിട്ടും വളരെ സ്ഫോടകാത്മകമായ ഒരു വഴിത്തിരിവാണ്. കാരണം ഞാനിന്ന് രാവിലെ മാതൃഭൂമി ന്യൂസ് വിളിച്ചപ്പോൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇത് വളരെ അപകടകരമായ ഒരു കളിയാണ്. ഈ ശബരിമല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ്. അത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടൊരു വിവാദ കേന്ദ്രവും കൂടിയാണ്. ശബരിമല യുവതി പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന് കേരള സർക്കാർ കാണിച്ച അത്യുത്സാഹവും അതിനെ തുടർന്ന് ഉണ്ടായ വിപരീതമായ ജനവികാരമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊരു പാപപരിഹാരം എന്ന രീതിയിലാണ് ഇവിടെ ഈ അയ്യപ്പ സംഗമം നടത്തിയത്. അത് നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി. അതിനുശേഷം തൊട്ടു പിന്നാലെയാണ് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അത് കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ നടത്താവുന്ന ഒരു തട്ടിപ്പല്ല. ഇപ്പൊ ചോറ്റാനിക്കര ദേവസ്വത്തിലോ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ ദേവസ്വത്തിലുള്ള ഏതെങ്കിലും ജോലിക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ ശാന്തിക്കാരോ കഴകക്കാരോ ഭഗവാന്റെ എന്തെങ്കിലും തിരുവാഭരണം മോഷ്ടിക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം മോഷ്ടിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്തായതുകൊണ്ട്. ഇതങ്ങനെയല്ലല്ലോ. ഇത് കൃത്യമായിട്ട് ഇതിന്റെ ഭിത്തിയിൽ പതിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യം വ്യാജരേഖ ഉണ്ടാക്കി സ്വർണം ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തി അവിടുന്ന് ഇളക്കി പറിച്ചു കൊണ്ടുപോവുകയും എന്നിട്ട് ചെമ്പോണ്ടുള്ള സാധനം സ്വർണം പൂശി തിരിച്ചു വെക്കുകയും ചോദിച്ചാൽ ചെറിയ കാര്യമല്ല. അതിന് ഭരണ തലത്തിലിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഉത്തരവാദികളാണ്. ദേവസ്വം കമ്മീഷണറോ അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഓഫീസറോ സ്പെഷ്യൽ ഓഫീസറോ അല്ല ഉത്തരവാദികൾ. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, മറ്റ് ദേവസ്വം ബോർഡ് മെമ്പർമാർ, ഇവരുടെ അവർക്ക് ഉത്തരവാദിത്വം ഒഴിഞ്ഞു പറയാൻ പറ്റില്ല. ഇതിന്റെ രാഷ്ട്രീയവും ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒഴിഞ്ഞു പറയാൻ പറ്റില്ല. കാരണം ഇവരാണ് ഈ ഭൂതങ്ങളെ അവിടെ നിയോഗിച്ചത്. ഈ വാസു എന്ന് വെച്ചാൽ ഒന്നാം തരം സഖാവാണ്. കത്തിച്ചാൽ കത്തുന്ന ഒരു സഖാവിനെ എന്താണ് വേണ്ടത്ര യോഗ്യതയോ മാനദണ്ഡമോ നോക്കാതെ അവിടെ ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ട് നിയമിച്ചത് പിണറായി വിജയൻ പ്രത്യേക താല്പര്യം കൊടുത്ത. അതായത് ഇയാള് ശബരിമലയിൽ പൊട്ടിമുളച്ചു വന്ന ഒരാളല്ല. ദേവസ്വം ബോർഡിലെ ഒരു ജീവനക്കാരൻ പ്രൊമോട്ട് ചെയ്ത് കമ്മീഷണറായോ അല്ലെങ്കിൽ IAS കമ്മീഷണറായിട്ട് വന്നതല്ല. അപ്പൊ ഈ വാസുവിനെ കമ്മീഷണറായിട്ട് നിയമിച്ചതും അതേ വാസുവിനെ തന്നെ അവിടെ ചെയർമാനായിട്ട് വെച്ചതും പിണറായി വിജയനാണ്. അപ്പൊ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു പറയാൻ പറ്റില്ല, പത്മകുമാറിന് ഒഴിഞ്ഞു പറയാൻ പറ്റില്ല.